ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളിവിടെ നാട്ടിൽ നിലമ്പൂർ പാട്ടുത്സവം നടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് വന്നതാണ്. കാർണിവലിനൊന്നും കയറാൻ പറ്റും തോന്നണില്ല, കാരണം കുട്ടി ഇതൊക്കെ കണ്ടിട്ടാകെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഞാനും കുട്ടിയും ഇമ്മയും കാക്കുമ്പാടിയാണ് വന്നത്, ഇപ്പം വന്നിട്ടില്ല. അപ്പോൾ കുട്ടി തോണി മേന്ത്രൂഞ്ഞാൽ അതൊക്കെ കണ്ട് ആകെ അന്തം പൊട്ടിക്കണം. ആൾക്കാർ ആർക്കണോ ഒച്ചയൊക്കെ കേട്ടിട്ട് അവൾ കുറേ അതൊക്കെ നോക്കിന്ന്. പിന്നെ ഞങ്ങളിവിടെ എക്സിബിഷൻ ഉണ്ടായിനി, അത് കാണാൻ പോയി. അത് അയക്കനെ പോയിട്ടുള്ളൂ, ഞങ്ങളതിലും കയറിയിട്ട് ഇതാക്കിയിട്ടൊന്നുമില്ല, കാരണം നല്ല പൊടി ഉണ്ടായിനി. അപ്പോൾ ഞങ്ങളാരും മാസ്ക് ഇട്ടിട്ടില്ല, പിന്നെ കുട്ടിയൊക്കെ ഇല്ലതല്ലേ പറഞ്ഞാണ്ട് അവിടുന്ന് പോകുന്നത്. അപ്പോൾ ഇവിടെ എക്സിബിഷൻ നടക്കുന്നുണ്ട്, അത് കണ്ടിട്ട് പോകാറുണ്ട്. അപ്പം അത് കാണാൻ കുറച്ച് നേരം നിന്ന്. ബ്ലോക്ക് ആണെങ്കിലോ നല്ല ബ്ലോക്ക് ഉണ്ട്. ഞങ്ങൾ വന്നപ്പോൾ തന്നെ നല്ല നേരം വൈകിക്കണം, രാത്രിയാണ് വന്നത്. അപ്പം ഇവിടെ എക്സിബിഷൻ്റെ അവിടെ വെറൈറ്റി മീനുകളും ചെടികളുമാണ്. ഞാൻ ഇതുവരെ കാണാത്ത തരത്തിലുള്ള വലിയ മീനും ചെറിയ മീനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കുറേ നേരം നോക്കിന്ന്. നമ്മൾ കാണാത്തയാകുമ്പോൾ നമ്മൾ പ്രത്യേകം നോക്കുമല്ലോ. പിന്നെ എന്തോ പക്ഷികളുണ്ട്, ാണ് തോന്നുന്നത്, വെറൈറ്റി എന്തൊക്കെയോ ഉണ്ട്. അതായത് അതൊക്കെ കുറച്ച് നേരം നോക്കിന്ന്. വലിയ വലിയ മീനുകളെ കാണുമ്പം നിച്ചുവിന് പേടിയേനി കേട്ടോ. തൊടാൻ പറയുമ്പോൾ തൊടൂല, ചെറിയ മീനുകളെ കാണുമ്പോൾ തൊടും. അങ്ങനെ പലതരത്തിലുള്ള മീനുകൾ ഉണ്ടെങ്കിലും അതിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ. പേരൊന്നും ഓലായ്മ എഴുതി വെച്ചിട്ടില്ല, അതുകൊണ്ട് എന്തൊക്കെയാണെന്ന് അറിയില്ല. പിന്നെ അതിലെ പുകയൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ നിച്ചുവിന് അതൊക്കെ കാട്ടിക്കൊടുത്തു, പക്ഷെ ഒക്കെ പേടിയായിട്ടോ. അത് ഞാൻ പിന്നെ കുറേ എന്താ നോക്കാൻ വേണ്ടി കൈയൊന്ന് എത്തിച്ച് നോക്കി. അപ്പം അതിക്ക് വെള്ളം കൊടുന്ന് പാരുകയാണ് തോന്നുന്നത്. ഒരു ചേച്ചി പാരുന്നുണ്ട് ഇനി ഞങ്ങളവിടെ നിന്നപ്പം. അപ്പം ഏതിക്ക് കയറാൻ 80 രൂപയാണ്. കാക്കു പറയണ 80 രൂപക്കില്ലൊന്നല്ല എന്നാണ്. എന്നാലും ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ നേരം നിന്നിട്ടോ, ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ കുറച്ച് നേരം നിന്ന്. പിന്നെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു സംഭവം ഉണ്ട്, അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. കണ്ടോ, ഈ ചേച്ചി വന്ന് കണ്ടതിക്ക് വെള്ളം ഒഴിച്ചപ്പോഴാണ് വെച്ച് മനസ്സിലായില്ല വെള്ളമാണ് അതിക്ക് ഒഴിച്ചണേന്ന്. അതുകൊണ്ടാണ് ആ പുക വരുന്നത്. പിന്നെ കുറേ ലൈറ്റും കുറച്ചൊക്കെ നല്ല രസമുണ്ട്. കണ്ടോ, മീനുകൾ പലതരത്തിലുള്ള മീനുകളാണ്. ഇതൊന്നും കുഴപ്പമില്ല, ഒരു വലിയ മീൻ ഉണ്ടായിനി ലാസ്റ്റ്, അത് കാണുമ്പോഴാണ് പേടിയായേ. ഇതൊക്കെ നിച്ചുവിന് പേടിയാട്ടോ. ആ ചെറിയ ചെറിയ മീനുകളിലെ അത് പിന്നെ നോക്ക് പേടിയില്ലേനി, അതിന് കുറച്ച് നേരം നിന്ന്. ഇമ്മ കുറച്ച് മുന്നിക്ക് എത്തിക്കണേ. ഞങ്ങളാക്കം പോലെ ഫോട്ടോ ഒക്കെ എടുത്താക്കം പോലെ പോരുന്നുള്ളൂ. പിന്നെ അതിലെ ചെറിയ തോട് പോലെയൊക്കെ ചെയ്തിക്കണ്, ചെറിയ ചെറിയ പാലങ്ങളൊക്കെ ഇട്ട് കണ്ട്, അതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. പാട്ടുത്സവം കാണാൻ വന്നിട്ട് ഞങ്ങൾ കാര്യമായിട്ട് കണ്ടത് ഈ എക്സിബിഷനാണ്, വേറെ ഒന്നും കണ്ടില്ല. ഒന്നാമത് കുട്ടിനേറ്റയിലും കയറാനും ഇതിനൊന്നും പറ്റൂല, പിന്നെ തിരക്കും പൊടിയും. ആ പൊടി കാരണമാണ് പിന്നെ അതിലും അവിടെ നിൽക്കുന്നില്ല, കുറച്ച് നേരം നിന്നിട്ടുള്ളൂ. ഇനി അവിടെ വെറുതെ അതിലൊക്കെ ഇങ്ങനെ പോയി വന്ന് ഇത് കാട്ടിത്തരാണ്ട് കാക്കു. അപ്പോൾ ഇത് കാണാൻ വന്ന്. ഇതാണ് ആ പുക. കാക്കു അതിൽ കയ്യൊക്കെ ഇട്ടോക്കിക്കണേ. പിന്നെ ഞങ്ങളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണത് ഞങ്ങൾ നിലമ്പൂർ പാട്ടുത്സവത്തിനൊക്കെ പോയി ഒരു 5 ദിവസമെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം വേറെ എന്തുകൊണ്ടല്ല, എഡിറ്റ് ചെയ്യാനും മടിയോണ്ടാണ്. വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്യാൻ കുറച്ച് മടിയാണ്, അതിന് കുറച്ച് പണിയാണല്ലോ. നോക്ക്, ഈ വെള്ളച്ചാട്ടം ഇതൊക്കെ നല്ല രസമുണ്ട് ഇനിയിട്ട് കാണാനൊക്കെ. പിന്നെ കുറച്ച് അപ്പുറത്തൊരു വെള്ളച്ചാട്ടം ഉണ്ട് ഇനി.
ഇങ്ങനത്തെ അല്ലാത്ത പാറൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വരുന്ന മാതിരി. പിന്നെ ഈ മീനുകളൊക്കെ നല്ല രസമുണ്ട്, കുറച്ചൊക്കെ വലിയ മീനാണ്. ഇതൊക്കെ എന്താന്ന് പേര് വേണ്ടിയിരുന്നാലല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്താണ് പേര് എന്നൊക്കെ. പിന്നെ അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്നിടത്ത് ഇങ്ങനെ ഓരോ സംഭവങ്ങളുണ്ട്, പഴയ മുട്ടായികളും പിന്നെ നമ്മളെ കിച്ചണിക്ക് വേണ്ടിയ സാധനങ്ങളും വിത്തുകൾ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇവിടുന്ന് കത്തിയും അങ്ങനെ എല്ലാ ബ്രഷുകൾ അങ്ങനെ എല്ലാ സംഭവവും ഉണ്ട് ഇവിടെ. ഞങ്ങൾ ഒരു കത്തിയും പിന്നെ അപ്പം ചുടുന്നൊരു സംഭവമുണ്ട്, അതും വാങ്ങി. പിന്നെ അതിൽ കുറേ നടന്ന്. നിച്ചുവിനാണെങ്കിൽ അതൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട കണ്ടിട്ട് അതൊക്കെ വേണം. അതുകൊണ്ട് ഞാനും നിച്ചും മുന്നിക്ക് നടന്ന്, ഇമ്മയും കാക്കും പിന്നെ അതൊക്കെ നോക്കി ആക്കം പോലെ പോകുന്നേ. നിച്ചുവിന് അതിൻ്റെ അടുത്തൊന്നും വെക്കാൻ പറ്റില്ല, ആദ്യത്തെ മതിയല്ലോ, ഇപ്പോൾ എല്ലാം ഒക്കെ വേണം. പിന്നെ ഇവിടെ ചെന്നപ്പോഴാണ് നിറച്ച് മുട്ടായികൾ. അവിടുന്ന് പിന്നെ ഞാൻ വേഗം പോയി, നോക്കാനൊന്നുമില്ല, നേരെ പോയി ഞാൻ. പിന്നെ ഞാൻ പോയി കഴിഞ്ഞപ്പോഴാണ് ഇമ്മയും കാക്കുന്ന വിളിച്ചത്, എന്താ വേണ്ടിയത് ചോദിച്ചാണ്ട്. കാരണം ഇത് കണ്ടാൽ നിച്ചുവിന് എന്തായാലും വേണ്ടി വരും. അപ്പോൾ അവിടുന്ന് 2-3 മുട്ടായി വാങ്ങി. എന്നിട്ട് ഞങ്ങൾ വേഗം സ്ഥലം വിട്ട്. ഒരു ബാക്കിൽ വരുന്നുണ്ട്, ഞങ്ങൾ മുന്നിൽ പോന്ന്. പിന്നെ ഞങ്ങൾ നടന്നെത്തിയത് ചായയും പലഹാരങ്ങളൊക്കെ ഉള്ള സ്ഥലത്താണ്. അങ്ങനെ ഞങ്ങൾ അവസാനം എത്തിയത് സ്റ്റേജ് ഷോ നടക്കണ അവിടേക്കാണ്. ഇതാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതിന് ഇതിൻ്റെ അവസാനം ഒരു സംഭവം ഉണ്ട്, അതാണിത്. ഇതിക്ക് നമുക്ക് പാസ്സൊന്നും ഇല്ലാതെ കയറാം. ഈ എക്സിബിഷൻ കാണുന്നവർക്ക്, അല്ലാത്തവർക്ക് പാസ് വേണം. എക്സിബിഷൻ കാണുന്നവർക്ക് അതിൽ വന്നിക്കാണ്ട് ഇവിടെ പാസ് ഇല്ലാതെ ഇതിൻ്റെ മുന്നേ നിന്ന് ശരിക്ക് കാണാം. അതാണ് സുഖം. മറ്റോടത്ത് തിരക്കാണ്. അതിലേറെ നല്ല ഇതിൽ എക്സിബിഷനൊക്കെ കണ്ട് വന്ന് കാണാണ്. അപ്പം മധു ബാലകൃഷ്ണൻ്റെ സ്റ്റേജ് പ്രോഗ്രാം ഇനി സത്യം പറഞ്ഞാൽ അത് അതിൻ്റെ പ്രോഗ്രാം അതിനെന്ന് വെച്ചറിയില്ലേനി. ഞാൻ വീട്ടിലൊക്കെ വന്ന് എല്ലാവരും സ്റ്റോറി സ്റ്റാറ്റസൊക്കെ നോക്കിയപ്പോഴാണ് ഇന്ന് മധു ബാലകൃഷ്ണൻ്റെ പ്രോഗ്രാമാണെന്ന് ഞാൻ അറിഞ്ഞത്. പിന്നെ ഞങ്ങൾ കുറേ നേരം അത് കണ്ട് അവിടെ നിന്ന്. ഞാൻ ഇവിടേക്ക് വന്നപ്പോൾ ഇതിൻ്റെ ഒച്ച ഇങ്ങനെ എടുത്തേക്ക് നമ്മളെ എക്സിബിഷൻ ഇങ്ങനെ കണ്ടുവരുമ്പോൾ ഒച്ച ഇങ്ങനെ കൂടി വരുമല്ലോ ഇവിടെ എത്താനാവുമ്പോൾ. അങ്ങനെ കേട്ടപ്പോൾ പേടിച്ചിനി, നിച്ചുവിനൊറ്റ പേടിയാവുമോന്ന്. നമുക്ക് തന്നെ അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ നെഞ്ചിൻ്റെ അവിടെ എന്തെങ്കിലുമൊക്കെ ആവുമല്ലോ. ഞാൻ ഓക്ക് പേടിയാവും വിചാരിച്ചിനി. ഓളത് നല്ലോ ആസ്വദിച്ച് നിന്നേ. പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്ന് ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടോ ഞങ്ങൾ വീട്ടിലെത്തിയപ്പം. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. ബൈ.